Hi dears, welcome back to Arcanext. ഞാൻ നിങ്ങളുടെ സ്വന്തം ASR മിസ് ആണ്. അപ്പോൾ മക്കളെ നോക്കിക്കേ, നമ്മൾ പുതിയ ടെക്സ്റ്റ് ബുക്ക് ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അത് മാത്രമല്ല നമ്മുടെ ഈ വർഷത്തെ ആദ്യത്തെ പരീക്ഷയാണ് വരാൻ പോകുന്നത്, ഓണ പരീക്ഷയല്ലേ. അപ്പോൾ നിങ്ങൾക്ക് അറിയാം ക്വസ്റ്റ്യൻ പേപ്പർ മാറുകയാണ്, പാറ്റേൺ മാറി, അതുപോലെ തന്നെ ക്വസ്റ്റ്യൻസിന്റെ പാറ്റേൺ ഒക്കെ മാറിയിട്ടുണ്ടല്ലേ. അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് നമുക്കൊരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ സൈറ്റിൽ വന്നിട്ടുണ്ടായിരുന്നു. മക്കൾ എല്ലാവരും അത് കണ്ടിരുന്നോ? എന്തായാലും നമുക്ക് അതിലെ 1 മാർക്കിന്റെ ചോദ്യങ്ങൾ നോക്കാം. കാരണം ഏറ്റവും കൂടുതൽ വ്യത്യാസം നമുക്ക് കാണാൻ പറ്റുന്നത് 1 മാർക്കിന്റെ ചോദ്യങ്ങളിലാണ്. കഴിഞ്ഞ വർഷമൊക്കെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ 1 മാർക്കിന്റെ ചോദ്യങ്ങൾ വളരെ എളുപ്പമായിരുന്നു. പക്ഷെ ഇപ്പൊ കുറച്ച് അപ്ലിക്കേഷൻ ലെവലിലാണ് 1 മാർക്കിന്റെ ചോദ്യങ്ങൾ പോലും വന്നിരിക്കുന്നത് അല്ലേ. അപ്പൊ ആ 1 മാർക്കിന്റെ ചോദ്യങ്ങളുടെ പാറ്റേൺ ഒക്കെ ഒന്ന് മനസ്സിലാക്കണ്ടേ. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ചോദ്യങ്ങൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പൊ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിലെ 1 മാർക്കിന്റെ ചോദ്യങ്ങൾ നമുക്ക് നോക്കാം അല്ലെ. യെസ്, അപ്പൊ മക്കളെ നോക്കിക്കടാ, നമ്മുടെ ഒന്നാമത്തെ ചോദ്യം. Arrange the columns in the table given below in the appropriate order and select the correct answer from the options given. ചുവടെ നൽകിയിട്ടുള്ള പട്ടികയിലെ കോളം 1 വിവിധ ശാസ്ത്രജ്ഞരുടെ പേരും കോളം 2 ജീവപരിണാമവുമായി ബന്ധപ്പെട്ട സംഭാവനകളും നൽകിയിരിക്കുന്നു. കോളങ്ങൾ ഉചിതമായി ക്രമപ്പെടുത്തി നൽകിയിട്ടുള്ള ഓപ്ഷനുകളിൽ നിന്നും ശരിയായ ഉത്തരം തിരഞ്ഞെടുത്തെഴുതുക. മക്കളെ നോക്കിക്കേ, ഇപ്പൊ കഴിഞ്ഞ വർഷമൊക്കെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് മാച്ച് ദ ഫോളോയിങ് മാത്രമേ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. പക്ഷെ ഇവിടെ എങ്ങനെയാണ്, നിങ്ങൾ മാച്ച് ചെയ്യണം. മാച്ച് ചെയ്ത് അതിനോടൊപ്പം തന്നെ ഈ ഓപ്ഷൻസിൽ ഏതാണ് കറക്റ്റ് ഉത്തരം എന്ന് തിരഞ്ഞെടുക്കണം അല്ലെ. അപ്പൊ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, മാച്ച് ചെയ്യാം. അത് നമുക്ക് എന്ത് ചെയ്യണം, മാച്ച് ചെയ്യാം അല്ലെ. നോക്കിക്കേ, തോമസ് മാൽത്തസ്. അപ്പൊ തോമസ് മാൽത്തസുമായിട്ട് എന്താ നമുക്ക് ജോയിൻ ചെയ്യാൻ പറ്റണം നോക്കിക്കടാ. പോപ്പുലേഷൻ ഗ്രോത്ത് കോസിങ് നാച്ചുറൽ റിസോഴ്സസ് ടു ബിക്കം ലിമിറ്റഡ്. അതായത് ജനസംഖ്യാ വർധനവ് പ്രകൃതിയിൽ വിഭവങ്ങൾ പരിമിതമാക്കുന്നതിന് കാരണമാകുന്നു. ഇത് പറഞ്ഞ ആൾ ആരാണ്? നമ്മുടെ തോമസ് മാൽത്തസ് ആണല്ലേ. ആരാണടാ? നമ്മുടെ തോമസ് മാൽത്തസ്. ഓക്കെ, ഇനി ചാൾസ് ഡാർവിൻ എന്താണ്? ഒറിജിൻ ഓഫ് സ്പീഷീസ്. സിമ്പിൾ ആണ് അല്ലേ. നാച്ചുറൽ സെലക്ഷൻ തിയറിയിൽ അദ്ദേഹം എന്ത് പറഞ്ഞു? അതായത് പ്രകൃതി നിർദ്ധാരണ സിദ്ധാന്തത്തിൽ ചാൾസ് ഡാർവിൻ പറഞ്ഞു എന്ത്? പുതിയ ജീവികൾ എങ്ങനെ ഉണ്ടാവുന്നു. ഇനി ലമാർക്ക്, ജീൻ ബാപ്റ്റിസ്റ്റ് ലമാർക്ക് അല്ലെ, അദ്ദേഹം എന്താ പറഞ്ഞത്? സ്വയാർജിത സ്വഭാവങ്ങളുടെ പാരമ്പര്യ പ്രേഷണം, ഇൻഹെറിറ്റൻസ് ഓഫ് എക്വയർഡ് ക്യാരക്ടേഴ്സ് ആണ് അദ്ദേഹത്തിന്റെ തിയറിയിൽ, സിദ്ധാന്തത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എന്ത് വരും? 1 6 വരും അല്ലേ. 1 എന്ത് വന്നു? 6 വന്നു. 2 എന്ത് വന്നു? കണ്ടോ, എനിക്ക് തന്നെ തെറ്റിപ്പോകുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഒന്നും കൂടി ശ്രദ്ധിക്കുക. 1 6 അല്ലടാ വന്നത്, 1 Q അല്ലേ വന്നത്. 2 എന്ത് വന്നു? 6 വന്നു. 3 എന്ത് വന്നു? P വന്നു. അപ്പൊ QRP അല്ലേ. യെസ്, QRP. ഓപ്ഷൻ ഡി ഇസ് ദ റൈറ്റ് ആൻസർ അല്ലേ. 1 Q, 2 6, 3 P. ഓക്കെ, സെറ്റ് ആയല്ലോ. സെറ്റ് ആയില്ലേ? യെസ്, അപ്പൊ കറക്റ്റ് ആൻസർ എന്താ? ഒരു സെക്കൻഡ് ഇടാ മക്കളെ. 4. ഇത് 4 ആണേ. ഓക്കെ, സോ കറക്റ്റ് ആൻസർ എന്ത് വന്നു നമുക്ക്? ഓപ്ഷൻ 4 വന്നു അല്ലെ. അടുത്ത ക്വസ്റ്റ്യൻ. The roan coat seen in some cattle and horses is an example of codominance. The allele for the dominant trait cannot completely mask the allele for the recessive trait. അതായത് ചില കന്നുകാലികളിലും കുതിരകളിലും കാണുന്ന റോൺ കോട്ട് കോഡോമിനൻസിന് ഒരു ഉദാഹരണമാണ്. അതാണ് പ്രസ്താവന, സ്റ്റേറ്റ്മെന്റ്. അത് ശരിയാണ് അല്ലെ. അത് ശരിയാണ്. ശരിക്കും ആ പ്രസ്താവന ശരിയാണ്, സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. കാരണം പറഞ്ഞിരിക്കുന്നത് പ്രകടഗുണത്തിന്റെ അലീലിന് ഗുപ്തഗുണത്തിന്റെ അലീലിനെ പൂർണ്ണമായും മറയ്ക്കാൻ സാധിക്കുന്നില്ല. അതായത് ഡൊമിനന്റ് ട്രേറ്റിന്റെ അലീലിന് റെസസീവ് ട്രേറ്റിന്റെ അലീലിനെ കംപ്ലീറ്റ് ആയിട്ട് മാസ്ക് ചെയ്യാൻ പറ്റുന്നില്ല. അല്ല, അത് നമ്മൾ എവിടെയാ പഠിച്ചത്? ഇൻകംപ്ലീറ്റ് ഡൊമിനൻസിലല്ലടാ, അത് ഇൻകംപ്ലീറ്റ് ഡൊമിനൻസിലാണ് നമ്മൾ പഠിച്ചതല്ലേ. ഇൻകംപ്ലീറ്റ് ഡൊമിനൻസ്. അപ്പൊ അതിവിടെ തെറ്റല്ലടാ. അപ്പൊ റീസൺ, കാരണം തെറ്റാണ്. അപ്പൊ എന്ത് നമുക്ക് പറയാം? സ്റ്റേറ്റ്മെന്റ് ട്രൂ, റീസൺ ഇൻകറക്റ്റ് അല്ലേ. എന്താണ്? പ്രസ്താവന ശരിയാണ്, എന്നാൽ കാരണം തെറ്റാണ്. ഓക്കെ, അടുത്ത ചോദ്യം. വിച്ച് ഓഫ് ഫ്ലോയിങ് ഇസ് റിലേറ്റഡ് ടു പ്രോസസ് ഓഫ് ട്രാൻസ്ക്രിപ്ഷൻ. അപ്പൊ ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താന്ന് നമുക്കറിയാം അല്ലെ. എന്താ മക്കളെ ട്രാൻസ്ക്രിപ്ഷൻ? അതായത് DNA-യിൽ നിന്ന് mRNA ഉണ്ടാവുന്ന ആ ഒരു പ്രോസസ്, പ്രക്രിയയാണ് ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് കേട്ടോ. അപ്പം ഒന്നാമത്തെ ഓപ്ഷനാണ് കറക്റ്റ്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, mRNA-യിൽ നിന്ന് പ്രോട്ടീൻ ഉണ്ടാവുന്നതിന് നമ്മൾ എന്ത് വിളിക്കും? അത് ട്രാൻസ്ലേഷൻ ആണ് അല്ലേ. അതിന് നമ്മൾ എന്ത് വിളിക്കും? ട്രാൻസ്ലേഷൻ. ട്രാൻസ്ലേഷൻ. ഓക്കെ, അപ്പൊ ഈ ഓപ്ഷൻ സി ശരിക്കും ട്രാൻസ്ലേഷനാ. പക്ഷെ നമുക്കത് വേണ്ട. നമ്മളെ ഉത്തരം എന്താണ്? DNA-യിൽ നിന്ന് mRNA ഉണ്ടാവുന്നു. അതെന്താണ്? അത് ട്രാൻസ്ക്രിപ്ഷൻ ആണ് കേട്ടോ. mRNA-യിൽ നിന്ന് പ്രോട്ടീൻ ഉണ്ടാകുന്നത് എന്താണ്? ട്രാൻസ്ലേഷൻ ആണ് കേട്ടോ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഐഡന്റിഫൈ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പ്രൈമേറ്റ്സ് ആൻഡ് ചൂസ് ദ കറക്റ്റ് ആൻസർ. പ്രൈമേറ്റുകളുടെ സവിശേഷതകൾ തിരിച്ചറിഞ്ഞ് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. PQR 3 സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ടുണ്ട് കേട്ടോ. ദ തമ്പ് വിൽ നോട്ട് ബി ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. തള്ളവിരൽ വിപരീത ദിശയിലായിരിക്കില്ല.
ബൈനോക്യുലർ ട്രൈഡൈമെൻഷണൽ വിഷൻ, ദ്വിനേത്ര ത്രിമാന ദർശനം. ഓക്കെ, ലിവ് ഇൻ ഗ്രൂപ്പുകളായി ജീവിക്കുന്നു. അപ്പൊ പ്രൈമേറ്റുകളില് 2 ശരിയാ. അതായത് നമുക്ക് ദ്വിനേത്ര ദർശനമാണുള്ളത്, പിന്നെ 3D ഇമേജ് അല്ലേ നമ്മൾ കാണുന്നത്, ത്രിമാന ദർശനമാണ് നമുക്ക് കിട്ടുന്നത് അല്ലെ. അതായത് നമ്മൾ 2 കണ്ണിൽ നിന്നും ഉണ്ടാകുന്ന വിഷൻ നമ്മളെ ബ്രെയിൻ എന്താക്കും, ഒരൊറ്റ ഇമേജ് ആക്കി മാറ്റും. അതാണ് ബൈനോക്കുലർ വിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ കാണുന്നതെല്ലാം 3D ഇമേജുകളാണ്. അപ്പൊ ക്യൂ ശരിയല്ലടാ, ക്യൂ ശരിയാണ്. പിന്നെ നമുക്കറിയാലോ പ്രൈമേറ്റുകളെല്ലാം ഇങ്ങനെ ഗ്രൂപ്പ് ആയിട്ട് ജീവിക്കുന്ന ആൾക്കാരാണ് അല്ലെ, ചെറിയ ഫാമിലി അല്ലെങ്കിൽ വലിയ ഫാമിലി ആയിട്ട് ജീവിക്കുന്ന ആൾക്കാരല്ലേ അല്ലേ. അപ്പൊ അതും ശരിയല്ലേ, 6 ശരിയാണ് അല്ലെ. 6 എന്താണ്, 6 ശരിയാണ്. ഓക്കെ അല്ലേ? യെസ്. എന്ത് പറ്റി, പെൻ എഴുതുന്നില്ലടാ? ഓ, ഇത് അഴിഞ്ഞു പോയിട്ടാ ശരിയാക്കി കേട്ടോ. യെസ്, അപ്പൊ 6 ശരിയാണ്. പക്ഷെ പി തെറ്റാണ്. അപ്പൊ QR ശരി എന്നുള്ളതാണ് നമ്മുടെ ശരിയായ ഓപ്ഷൻ. QR ശരിയാണ്. പക്ഷേ എന്തുകൊണ്ട് പി തെറ്റി? അതായത് നമ്മുടെ തള്ളവിരൽ വിപരീത ദിശയിലാണ്, തമ്പ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. എന്നാലേ നമുക്ക് സാധനങ്ങളൊക്കെ ഇങ്ങനെ ഹോൾഡ് ചെയ്യാനൊക്കെ പറ്റുള്ളൂ. അപ്പൊ QR കറക്റ്റ് ആണ്, പി തെറ്റാണ് കേട്ടോ. ഓക്കെ, ഇതാണ് നമ്മുടെ 4 ചോദ്യങ്ങൾ. കണ്ടില്ലേ നിങ്ങൾ ആ ചോദ്യത്തിൽ വന്നിരിക്കുന്ന മാറ്റം കണ്ടില്ലേ? ഇതുപോലെയുള്ള കുറെ സ്റ്റേറ്റ്മെന്റ് റീസൺ ക്വസ്റ്റ്യൻസ് ചോദിക്കും, പ്രസ്താവന കാരണം ചോദ്യങ്ങൾ ചോദിക്കും. അതുപോലെ തന്നെ ഇതുപോലെ കുറെ ക്യാരക്ടർ സവിശേഷതകളൊക്കെ തന്നിട്ട് ഇതുപോലെ ഓപ്ഷൻ തിരഞ്ഞെടുക്കാൻ പറയും. അപ്പൊ മാച്ച് ദ ഫോളോയിങ് ആണെങ്കിൽ മാച്ച് ചെയ്തിട്ട് ഓപ്ഷൻ തിരഞ്ഞെടുക്കാൻ പറയൂ കേട്ടോ. അപ്പൊ ഇത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ മക്കൾ പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, സോ ഇതുപോലുള്ള വീഡിയോ ആയിട്ട് മിസ് ഇനിയും വരുന്നതായിരിക്കും. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ആൻഡ് ഓൾസോ ഓണപരീക്ഷയാണ്, സമയം കളയരുത്, നന്നായിട്ട് ഇരുന്ന് പഠിക്കുക. നമുക്ക് കാണാം. ബൈ.